ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എമ്പുരാൻ ഈ വരുന്ന മാർച്ച് 27-ാം തീയതി റിലീസാവാണ്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനായിരുന്നു പ്ലാന്. പക്ഷെ നടന്നില്ല. ടിക്കറ്റ് എങ്ങും കിട്ടുന്നില്ല. സൈറ്റൊക്കെ ക്രാഷായിട്ട് ടിക്കറ്റ് കിട്ടാതെ പോയി. എന്തായാലും ശരി, ഫസ്റ്റ് ഡേ രാവിലെ 9:30-യുടെ ഷോന് കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പടം ഹൈ എക്സ്പെക്റ്റേഷൻസോട് കൂടിയാണ് ഞാൻ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ പൊതുവേ ഒട്ടുമിക്ക മലയാള പടങ്ങളും ലോ എക്സ്പെക്റ്റേഷൻസോട് കൂടിയാണ് കാണാൻ വേണ്ടി പോകാറ്. കാരണം ഹൈ എക്സ്പെക്റ്റേഷൻസോട് കൂടി കണ്ട പടങ്ങളിൽ തൃപ്തി ചിലപ്പോൾ ലഭിക്കാറില്ല. അപ്പോൾ ആ ഒരു ടൈം മുതലേ ഞാനിപ്പോൾ ഈ ഒരു മലയാള പടങ്ങളിൽ ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടി പോകുമ്പോൾ ലോ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടാണ് പോകാറ്. പക്ഷേ എമ്പുരാൻ്റെ കേസിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, ഞാൻ ഹൈ എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നുണ്ട്. കാരണം ആ ലെവലിലുള്ളൊരു ബെഞ്ച് മാർക്ക് ലൂസിഫർ വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു രണ്ടാം ഭാഗം ഈ ലെവലിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ലൂസിഫർ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അതായത് ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന പടം ലൂസിഫർ ലെവലിലോ അല്ലെങ്കിൽ അതിനേക്കാളും ഒരു പടി മുകളിലായിരിക്കും ഉണ്ടാവും. അതിൻ്റെ താഴെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു പടത്തിൻ്റെ വേൾഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ലൂസിഫറിനേക്കാളും 2 ഇരട്ടി വലുപ്പമുള്ളൊരു വേൾഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് ഇതിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ലൂസിഫറിൽ കണ്ടിട്ടുള്ള പല കഥാപാത്രങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആർക്ക് ഈ ഒരു എമ്പുരാനിൽ കാണാൻ പറ്റും. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ആയിക്കോട്ടെ, ടോവിനോയുടെ ആയിക്കോട്ടെ, സ്റ്റീഫൻ്റെ ആയിക്കോട്ടെ, അതായത് മോഹൻലാലിൻ്റെ ആയിക്കോട്ടെ, പിന്നെ മഞ്ജു വാര്യരുടെ ആയിക്കോട്ടെ, അവരുടെ ആ ഒരു ക്യാരക്ടർ ആർക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും എമ്പുരാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു പടത്തിൽ കുറേ ഹൈ മൊമെൻറ്റ്സ് നൽകും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതായത് ഈ ഒരു പടം ഒരു ടോപ്പ് ലെവലിലേക്ക് പോകും, താഴോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ലെവലിലാണ് പടത്തിൻ്റെ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴും അതേപോലെ തന്നെ ഇവരുടെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ കുറേ ഡീകോഡിങ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ ഫാൻ തിയറീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ഒരു പടം വേറെ ലെവലിലേക്ക് പോകും. ബോക്സ് ഓഫീസ് സക്സസ് മാത്രമല്ല, നല്ലൊരു കണ്ടൻ്റ് ഉള്ളൊരു പടമായിട്ട് തന്നെ ഈ ഒരു പടം മാറും എന്നൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഈ ഒരു പടം എല്ലാ ലാംഗ്വേജിലും വർക്ക് ആവണം. അതേപോലെ തന്നെ ഈ ഒരു പടം ബിഗ് സക്സസ് ആയിരിക്കണം. കേരളത്തിലെ ആദ്യത്തെ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായിട്ട് ഈ ഒരു പടം മാറണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ പുതുതായിട്ട് വന്നൊരു ചർച്ച വിഷയം, ഈ ഒരു പോസ്റ്ററിൽ നിൽക്കുന്ന കഥാപാത്രം ആരാണ്, ആ ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് അത് ആമിർ ഖാൻ ആണെന്ന്, മറ്റു ചിലർ പറയുന്നത് കൊറിയയിലുള്ള ഒരു ആക്ടറാണെന്നൊക്കെ പറയുന്നു. ആരാണെന്ന് വ്യക്തമായിട്ടില്ല. നാളെ റിവീൽ ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. മിക്കവാറും L3 വില്ലനായിരിക്കും അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഐ എം ഹൈലി എക്സൈറ്റഡ് ടു വാച്ച് ദിസ് മൂവി. ഹിറ്റാവുകയാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസം സത്യമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു പടത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ.